വീടമ്മ കേക്കണേ, ഇവളെയും കൂട്ടി ഇങ്ങാട്ട് വരണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞപ്പ നിങ്ങൾക്കടെ മകനൊരു ശങ്ക. അല്ല, പഴയ പാരമ്പര്യത്തിൽ വളർന്ന ആളാണല്ല. ഒരു നസ്രാണി പെണ്ണിനെയും കൊണ്ട് വീട്ടിലായിട്ട് കയറി വന്നാല് ഞാൻ പറഞ്ഞ് വേറെ ആരെക്കാളും മകന്റെ മനസ്സ് മനസ്സിലാക്കാൻ അമ്മക്കേ കഴിയുള്ളൂ. ഇപ്പൊ എന്തായി? അതാ ഞാൻ പറഞ്ഞത്, ഈ അമ്മമാരുടെ മനസ്സെന്ന് പറയുന്നത് ഒരു മനസ്സ് തന്നെയാടാ. പപ്പനാവന വലിയ ആശാനോ താനിവിടെ? അത് പിന്നെ അല്ല, ആശാനിവിടെ. ഇയാളാണോ നീ പറഞ്ഞ പോലീസുകാരൻ? അതെ. കൊള്ളാവല്ല. നീ അകത്താട്ടിയല്ലേ? ഞങ്ങ പഴയ പരിചയക്കാരാണേ. അല്പം മുണ്ടിയും പറഞ്ഞൊക്കെ വരാ. പാടോ അപ്പനാവാ. നമ്മ തമ്മിലാവുമ്പോ മുഖവുര വേണ്ടല്ല. താൻ എന്റെ സ്റ്റേഷൻ അതിർത്തിയിലായിരുന്നപ്പ നമ്മ തമ്മിൽ 2-3 വട്ടം കോർത്ത്. അതിന്റെ അനുഭവം തനിക്കൊണ്ടേ. ഉണ്ണികൃഷ്ണൻ കെട്ടിയേക്കണത് എന്റെ മകളേന് കേട്ടാ. അവക്കടയും കൂടി അമ്മയാണ് ആ പെമ്പർന്നൂര്. അതല്ലെന്ന് ഞാൻ പറഞ്ഞു വരണ വിഷയം. തന്റെ മകളെ കെട്ടിയേക്കണത് ഒരു തയ്യക്കാരനല്ലേ, ഗോവിന്ദൻ. അവനൊരു 4-5 മാസമായിട്ട് എന്റെ പുറകെ നടക്കണേന്ന്. അവന്റെ അമ്മായിയപ്പൻ ഇവിടെ എങ്ങാണ്ടൊരു നായര് വീട്ടിൽ അടയിരിക്കണെന്നാ. അവിടെ നിന്നൊന്നും ഒരു തള്ളയുടെ അടുത്ത് തിരിച്ചാക്കിയ പറയണ കാശ് തരാമെന്നും പറഞ്ഞു. തൊഴിലിന് അച്ചാരം വാങ്ങിയ പൈലി അത് നടത്തിയിരിക്കുമെന്ന് തനിക്കറിയാവല്ല. പൈലിയാശൻ എന്താണ് ഈ പറയണത്? സിമ്പിളാണ്. 2 വഴിയുണ്ട്. ഒന്ന് നുമ്മ തമ്മി പറഞ്ഞത് നുമ്മ മാത്രം അറിഞ്ഞാ മതി. ഇരു ചെവി അറിയാണ്ട് ഇന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം വിടുക. അല്ലെങ്കിൽ ഞാനങ്ങാട്ട് പോയി ഗോവിന്ദനെയും കൂട്ടി സന്നാഹങ്ങളുമായിട്ട് വന്ന് തന്നെ ഇവിടുന്ന് പൊക്കിയെടുത്തോണ്ട് അങ്ങോട്ട് പോവാം. എന്തേ? അപമാനിക്കരുത്. ആ പറഞ്ഞത് ബുദ്ധി. കടകള നിർത്തോ. ഏമാൻ എങ്ങോട്ടാ ഈ പാതിരാത്രിയില്? ഞാനെങ്ങോട്ടാ? ഞാൻ ടൗണിലേക്കാ. നാളെ ചന്തയല്ലേ? ഞാനും അങ്ങോട്ടാ. അല്ല, ഏമാന് ട്രാൻസ്ഫറാ? അല്ല. പിന്നെന്താ കൂടും കുടുക്കയൊക്കെ ആയിട്ട്? പെൻഷൻ ഇനി കുറച്ചേ ഉള്ളൂ. അവധി എടുത്ത് നാട്ടിൽ കഴിയാമെന്ന് വിചാരിച്ചു. എന്താ പാടില്ലേ? വണ്ടി വിടണോ? ഞാൻ പോണേന്ന് കേട്ടാ. ഇതിപ്പോ 5-6 തവണയായല്ല പോണേന്ന് പറയണത്. അപ്പനിറങ്ങണേന്ന് മോളെ. പിന്നെ പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയണേനെ. മരുമകളായിട്ട് കാണരുത് കേട്ടാ. മകളായിട്ട് തന്നെ കാണണേ. തള്ളയില്ലാതെ വളർന്ന കൊച്ചിക്കേനെ. ഇങ്ങോട്ട് നോക്കിയേ. പോഴത്തും കാണിച്ചാ ശിക്ഷിച്ചോ. പക്ഷെ സ്നേഹക്കുറവ് മാത്രം കാണിക്കരുത് കേട്ടാ. വരട്ടെ. അപ്പന്റെ കാച്ചി എണ്ണ മോളെ എവിടെ വെച്ചേക്കണെന്നാ പറഞ്ഞ്? അലമാരിയുടെ മുകളിലത്തെ കള്ളില്. അപ്പം പോ. മോനെ, എന്റെ പ്രാണനാണ് വീട്ടിച്ചിറങ്ങുന്നത് കേട്ടാ.
അമ്മ ഇതിലൊന്ന് ഒപ്പിട്ടെ. എന്തിനാ? ഒപ്പിടാദ്യം. നീയല്ലേ പറഞ്ഞത് എന്തിനാന്നറിയാതെ ഒന്നിലും ഒപ്പിടരുതെന്ന്. വക്കീലിനെ കണ്ടിട്ടാണ് വരുന്നത്. അമ്മ ഈ കള്ളാസിലൊന്ന് ഒപ്പിട്ടെ. അന്ന് ബാലമ്മാവനെ പറഞ്ഞു വിട്ടപ്പോ സൂചി കുത്താൻ ഇടം തരില്ലെന്നല്ലേ പറഞ്ഞത്. ഈ മുറ്റത്ത് വന്നൊന്നും തുള്ളിയല്ലോ. കോർവരെ അമ്മ കണ്ടോ? ഞാൻ കോടതിയിൽ നിർത്തിപ്പൊരിക്കും. വേണ്ട ഉണ്ണിയെ, ഗുരുത്വദോഷം വരുത്തി വെക്കല്ലേ. ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ ഇത്തിരി സമാധാനമായിട്ട് കഴിയ. നീ അത് നശിപ്പിക്കില്ലേ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഈ വീടിന്റെ പുറത്ത് കടമുള്ളത് പണിയെടുത്ത് വീട്ടാന്ന്? നമുക്കിതുണ്ടല്ല. ഇനി കേസ് പറഞ്ഞ് വേറെ വസ്തു എന്തിനാണ്? റാഹേലേ, നിനക്കത് മനസ്സിലാവില്ല. അത് വെറും വസ്തുവല്ല, എന്റെ ജന്മാവകാശമാണ്. അത് പണ്ടേ ഞാൻ വേണ്ടെന്ന് വെച്ചതാ. എങ്കിൽ സ്കൂളിൽ ചേർത്തപ്പം ഗോവിന്ദൻ നായർ മകൻ ഉണ്ണികൃഷ്ണൻ പേര് കൊടുക്കാനില്ലേ നിങ്ങൾക്ക്? പൂമംഗലത്ത് പരമേശ്വരൻ നമ്പ്യാർ മരുമകൻ ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ എന്നല്ലേ എഴുതി കൊടുത്തത്? തർക്കിക്കാൻ ഞാനില്ല. അമ്മ കേട്ടനാണ് വലുതെങ്കിൽ അമ്മയുടെ ഓഹരി വേണ്ട. പക്ഷെ എന്റത് ഞാൻ വാങ്ങും, കണക്ക് പറഞ്ഞു വാങ്ങും. രക്തബന്ധത്തിന് കോടതി കണക്ക് പറഞ്ഞിട്ട് നീ പണി കയറി വാ. അമ്മ കയറ്റൂല. അല്ലടാ, നിന്റെ അച്ഛൻ പോയ വഴിക്ക് ഞാനും പോയിരിക്കും. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരായുസ് മുഴുവൻ അമ്മ കരഞ്ഞതാണ്. ഇനിയെങ്കിലും ആ കണ്ണ് നിറയ്ക്കാതെ നോക്കണമെന്ന്. എന്റെ പാടുപോലെ ഞാൻ നോക്കണുണ്ട്. അതിന്റെ ഇടയില് നിങ്ങൾ തന്നെ കലവടച്ചാലാ. റാഹേലേ, ദേ നോക്ക്, പെറ്റമ്മയുടെ സ്നേഹം കൊതിതീരെ കിട്ടാൻ യോഗമില്ലാണ്ട് പോയവളാണ് ഞാൻ. അമ്മയുടെ മനസ്സ് നോവിച്ചിട്ട് എന്ത് നേടിയാലും ഗുണപ്പെടുകയാണ് കേട്ട. ഞാൻ എന്ത് വേണമെന്നാ നീ പറയണേ? നമുക്കാ വീതം വേണ്ടെന്ന്. ചെല്ല, മനസ്സ് തെണ്ണപ്പെട്ടിരിക്കുകയാണ്. ചെല്ലെന്ന്. അമ്മയ്ക്ക് വിഷമമാണെങ്കിൽ വേണ്ട. അമ്മയെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട. നീ പറഞ്ഞത് ഉള്ളി തട്ടിയാണെങ്കിൽ കോടതി കയറ്റുമെന്ന് പറഞ്ഞപ്പോ മനസ്സ് നൊന്ത ഒരു ആത്മാവുണ്ട് ഏട്ടന്റെ. ചെന്ന് മാപ്പ് പറയടാ. എനിക്കും നിനക്കും അവിടുത്തെ ഒരു തരി മണ്ണ് പോലും വേണ്ടെന്ന് അവിടെ ചെന്ന് ഏറ്റുപറ. പറയാം, എന്റെ അമ്മയ്ക്ക് വേണ്ടി എവിടെയും ചെന്ന് പറയാം. നിങ്ങളോട് ഈ പടി കയറി പോരുതെന്ന് അച്ഛനും ചെറിയച്ഛനും പറഞ്ഞ ഇനി ഞാൻ കൂടി പറയണം? നീ എന്തിനാ മെക്കിട്ട് കയറാൻ വരുന്നിരിക്കൂ? ഞാൻ അമ്മാവനോടൊരു കാര്യം പറയാൻ വന്നത്. ആരാ? ദേഷ്യപ്പെടാൻ വരട്ടെ. സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാതായപ്പോൾ തോന്നിപ്പോയൊരാശയാണ്. ഇവിടുത്തെ ഒത്തിരി മണ്ണെങ്കിലും എന്നതായിട്ട് വേണമെന്ന്. അത് തീരുമാനിക്കാൻ കോടതി വരെ പോകണ്ട അമ്മാവ. എനിക്കും അമ്മയ്ക്കും ഇവിടുത്തെ ഒരു മന്ദരി പോലും വേണ്ട. ചോദിക്കാൻ വരുന്നുമില്ല. അന്നങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചതിന് അമ്മ എന്നോട് ക്ഷമിക്കണം. ഇനി എന്തെങ്കിലും ഭാഗം തിരിക്കുമ്പോൾ ഞങ്ങളുടെ വീതം പകുത്തു വെക്കണമെന്ന് അമ്മാവന് തോന്നിയാൽ അതെടുത്ത് ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. 4-5 വർഷമായിട്ട് തെയ്യം മുടങ്ങി കിടക്കുകയല്ലേ, അതിനെങ്കിൽ. അവന്റെ നാവിന്ന് വീണിട്ട് വേണ്ടി വന്നു എന്ന് വെച്ചാലും ബാക്കി നിൽക്കുന്ന കടം കടം തന്നെയാ. ഇനി ഏത് കടമാണച്ചാ? ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ ഞാനൊരു വിധം തീർത്താണല്ലോ. അത് മനുഷ്യരുടെ കടം. തെയ്യം നടത്തിയിട്ട് കൊല്ലം എത്രയായി? ദൈവങ്ങളുടെ കടം ബാക്കിയിട്ടതിന്റെ അനുഭവം. ആ, ഓർക്കാഞ്ഞിട്ടല്ല, വഴി കാണണ്ടേ. അങ്ങനെ കരുതിയതാ തെറ്റ്. വഴി ഉണ്ടാക്കണം. ഇക്കുറി തെയ്യം നടത്തിയേ പറ്റൂ. പെട്ടെന്നെന്താ ഏട്ടനിങ്ങനൊരു ഭൂതോദയം? തെയ്യം നടത്താന്ന് പറഞ്ഞ രൂപ എത്ര വേണ്ടേ? എണ്ണയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? ചെലവല്ലടാ പ്രശ്നം. അവൻ കയറി വന്ന് ഓഹരി വേണ്ടാത്തൊരു പ്രസ്താവന, മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ നടത്താൻ അത് എടുക്കാമെന്നൊരു ഔദാര്യവും, അത് കേട്ട ഉടനെ തെയ്യം നടത്താനുള്ള ഏട്ടന്റെ ഏർപ്പാട്, ഇതൊക്കെ തമ്മിൽ എന്തോ ബന്ധമില്ലെന്നാ? എന്ത് ബന്ധം? അയാളവൻ അപ്പൊ തന്നെ പോയി.
നിനക്കെന്തറിയാം? എടാ, നിന്റെ അച്ഛൻ എന്റെ ചേട്ടൻ പരമശുദ്ധനാ. അങ്ങേരുടെ തലയ്ക്കകത്ത് കയറിയിരുന്നവൻ ചിന്തിക്കാൻ തുടങ്ങിയോ എന്നെനിക്കൊരു സംശയം. നിർത്തേണ്ടിടത്ത് നിർത്തിയില്ലെങ്കിൽ നിന്റെ അച്ഛനിരിക്കുന്ന കസേരയിൽ ആ എംബോക്കിയിരിക്കുന്നത് നീയും ഞാനും കാണേണ്ടി വരും. ചെറിയച്ഛൻ പറയണത് പോലെ ഞാൻ ചെയ്യാം. ആ